ബോഡോ ഗ്ലിംറ്റ് UCL ജയിച്ചാലോ? ഫുട്ബോളിൽ നമ്മൾ ഓൾറെഡി അണ്ടർഡോഗ്സ് ആയ ക്ലബ്സ് ഇൻക്രെഡിബിൾ റൺ നടത്തുന്ന കണ്ടിട്ടുണ്ട്. 21-22 സീസണിൽ വില്ലാറയൽ, 18-19 സീസണിൽ അയാക്സ്, 16-17 സീസണിൽ മൊണാക്കോ, 15 വർഷം മുമ്പേ ഷാൽക്കെ, 2003-4 സീസണിൽ FC പോർട്ട്. ഇതിൽ പോർട്ടോ മാത്രമാണ് UCL ജയിച്ചത്. ബട്ട് സ്റ്റിൽ ഈ ടീം എല്ലാം ബോഡോ ഗ്ലിംറ്റുമായി കമ്പയർ ചെയ്യുമ്പോൾ വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ ഈ വർഷം ബോഡോ ഗ്ലിംറ്റ് UCL ജയിച്ചാൽ ഫുട്ബോൾ ഹിസ്റ്ററിയിൽ തന്നെ ഒരു ക്രേസിയസ്റ്റ് വിൻ ആയിരിക്കും. നോർവേയിൽ ആർട്ടിക് സർക്കിളിലുള്ള ഒരു ചെറിയ ഫുട്ബോൾ ക്ലബ് UCL ജയിക്കുന്നു. ജയിച്ചാൽ ഇത് വെറും ഒരു സ്മോൾ അണ്ടർഡോഗ് ടീമിന്റെ ഇൻക്രെഡിബിൾ റൺ മാത്രമായിരിക്കില്ല. UCL ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും അൺബിലീവബിൾ ആയിട്ടുള്ള ഒരു ക്യാമ്പയിൻ ആയിരിക്കും. ഈ ജേർണിയുടെ ഓരോ സ്റ്റെപ്പിലും ബോഡോ ഗ്ലിംറ്റിനെ എല്ലാവരും ഡൗട്ട് ചെയ്തു. ബട്ട് ദേ പ്രൂവ്ഡ് എവരിവൺ റോങ്. ആദ്യം പെപ്പിന്റെ മാൻ സിറ്റിയോട് 3-1 ജയിച്ചു. പിന്നെ സിമിയോണിയുടെ അത്ലറ്റിക്കോ മാഡ്രിഡിനോട് 1-2 ജയിച്ചു. ലാസ്റ്റ് ഇയർ UCL ഫൈനലിസ്റ്റ് ആയ ഇന്റർ മിലാനോട് 3-1 ജയിച്ചു. സെക്കൻഡ് ലെഗ് അവരുടെ സ്വന്തം തട്ടകമായ സാൻ സിറോയിൽ വെച്ച് 1-2 ജയിച്ചു. ഇപ്പോൾ ഇതാ പോർച്ചുഗലെ വൺ ഓഫ് ദ ബെസ്റ്റ് ടീമായ സ്പോർട്ടിംഗ് CPയെ UCL റൗണ്ട് ഓഫ് 16 3-0 ജയിച്ചു. ഇപ്പോൾ ആരും ഈ ഒരു സ്മോൾ നോർവീജിയൻ ക്ലബിനെ ഡൗട്ട് ചെയ്യുന്നില്ല. ഇപ്പോൾ എല്ലാവരും അവരെ ഒരു സീരിയസ് കണ്ടന്റർ ആയിട്ടാണ് കാണുന്നത്, ലൈക്ക് ബയേൺ, റിയൽ മാഡ്രിഡ് ആൻഡ് PSG. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക.